സഭയുടെ അല്ല നാടിൻ്റെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയല്ലേ എല്ലാവരും സമ്മതിദാനാവകാശം സമർപ്പിക്കുന്നു. നിശ്ചയമായിട്ടും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നിശ്ചയമായിട്ടും എല്ലാ പുതിയ തെരഞ്ഞെടുപ്പുകളും വരണം. അവരെ പുതിയ ഭരണസമിതികളൊക്കെ നടപ്പിൽ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. പുതിയ എംപിമാരും ഒക്കെ എല്ലാവരും അതിനെ ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളൂ. കേന്ദ്രത്തിൽ ഭരണം മാറണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹം. ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ സഭാവിശ്വാസികൾക്കിടയിൽ ഇല്ല. ഞങ്ങള് പ്രത്യേകിച്ച് ആര് ഭരണത്തിൽ വന്നുവോ ഞങ്ങൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാന്നുള്ളതേ ഉള്ളൂ. ഇന്നയാൾ വരണമെന്ന് ഞങ്ങൾ പറയല്ലേ. മാറ്റം വേണ്ടേ? മണിപ്പൂർ വിഷയം കേരളത്തിൽ പ്രതിഫലിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാ തരത്തിലും ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിയമങ്ങളൊക്കെ സർക്കാർ നടപ്പിലാക്കി മുന്നോട്ട് പോകും. അതിനെതിരെ ഒരു വിധിയെഴുത്താവുമോ? അതിനെ പല രാഷ്ട്രീയ കക്ഷികളും പല രീതിയിലായിരുന്നു പ്രതികരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമേ അത് പറയാനൊക്കൂ. അത് സംസ്ഥാന സർക്കാരിനോടല്ലേ ചോദിക്കണ്ടേ, എന്നോട് ചോദിച്ചാലൊക്കെ അവർക്കല്ലേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനൊക്കുക. ഞാൻ അവരുടെ വിലയിരുത്തലാണോ എന്നുള്ളത് ഞാനെങ്ങനെയാ പറയുന്നത്? അവർക്കാ പറയാം. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ജനം, അങ്ങനെയാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഞാനത് പറയാൻ തയ്യാറല്ല. പുതിയ എംപിമാരെന്ന് ഇപ്പൊ എല്ലാ എംപിമാരും തീർന്നല്ലോ. ഇനി വരുന്നവരെല്ലാം പുതിയതാണ്. ജനാധിപത്യം തുടരണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ജനാധിപത്യം തുടരണമല്ലോ. മതേതര രാഷ്ട്രമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. അത് അതേ രീതിയിൽ തുടരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. മതേതരത്വം, ജനാധിപത്യം ഇതൊക്കെ ഇന്ത്യയുടെ അടിസ്ഥാന തത്വങ്ങളാണ്. അതെന്നും തുടരണം. ഏത് സർക്കാർ വന്നാലും തുടരണമെന്നാണ് നമ്മുടെ ആഗ്രഹം.